പുതിയൊരു വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീക്സിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വീക്കിലി അനാലിസിസിലെ പ്ലാൻസ് ഇതായിരുന്നു. നിഫ്റ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ ടു അപ്സൈഡും ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നുള്ള കൺഫർമേഷൻ ടു അപ്സൈഡ്. സോ ബുള്ളിഷ് കണ്ടീഷനാണ് നമ്മൾ വീക്കിലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ഈ രണ്ട് മേജർ ലെവലിൽ നിന്നാണ് അപ്സൈഡിലേക്ക് പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടാർഗറ്റ് സോൺ നമ്മൾ ഈ ഒരു ലെവലിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് കറൻലി 23,300 നമ്മൾ കറൻലി ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായത്. സോ എന്താണ് സംഭവിച്ചത്? സോ ഇതാണ് കറൻലി ബാങ്ക് നിഫ്റ്റി പ്രോപ്പർലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ മേജർ ലെവലിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ഇവിടേക്ക് എങ്ങനെയാണ് എക്സിക്യൂഷൻസ് നോക്കാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. നിഫ്റ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയും പ്രോപ്പറായിട്ട് നമുക്ക് കൺഫർമേഷൻ തന്ന് എഗെയിൻ കണ്ടിന്യൂഷൻ ത്രൂ ഔട്ട് ഈ പറയുന്ന അപ്സൈഡിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട്. സോ നല്ലൊരു വീക്സ് ആയിരുന്നു. നമ്മൾ പ്രോപ്പർലി ആ ടൈം ഫ്രെയിമിൽ പ്ലാൻസ് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളോട് സംഭവിച്ചുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷനും പ്രോപ്പർ ഈ ഡയറക്ഷനിലേക്കുള്ള എക്സിക്യൂഷനും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ടെലിഗ്രാമിലെ അപ്ഡേറ്റ്സിലേക്ക് ഞാൻ വരാം. സോ ഇതാണ് നമ്മൾ കറൻലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ. 28th നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ നിഫ്റ്റിയിൽ LTF കൺഫർമേഷൻ ടു അപ്സൈഡ് നമ്മൾ ഈ ഒരു പ്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി കൺഫർമേഷന് ശേഷം നമ്മളൊരു എൻട്രിയും ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് എൻട്രി ഇവിടെ കണ്ടിന്യൂഷൻ ഈ ടാർഗറ്റിലേക്ക് തന്നെ സെക്കൻഡ് എൻട്രി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സെക്കൻഡ് എൻട്രിയും ട്രിഗറായി നല്ലൊരു RR നമുക്ക് സെക്കൻഡിൽ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. സോ ടോട്ടലി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നോക്കാന്നുണ്ടെങ്കിൽ 1:2.8 റിസ്ക് റിവാർഡാണ് നമുക്ക് ഫസ്റ്റ് എൻട്രിയിൽ. സെക്കൻഡിൽ 1:6 റിസ്ക് റിവാർഡാണ്. സോ നല്ലൊരു ട്രേഡായിരുന്നു നമുക്ക് December 31 കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് വരാം. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡേ കണ്ടിന്യൂഷൻ പ്ലാൻ. നമ്മളിവിടെ പ്രോപ്പർലി നിയർ ടാർഗറ്റ് സോണിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, കണ്ടിന്യൂഷനാണ്. സ്റ്റിൽ ഇപ്പോഴാണ് കറൻലി നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ. സോ ഇവിടെ പ്രോപ്പർലി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കലിയാണ് നമ്മൾ ട്രേഡ്സ് വരെ. അപ്പോൾ ഓവറായിട്ടുള്ള ട്രേഡ്സോ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള. കാരണം ഇതൊരു കോൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമല്ല. ഞങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇമോഷണലി ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് പറ്റും. സോ പിന്നെ നമ്മൾ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും നമ്മൾ എടുക്കുന്ന സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സ് ഇട്ടുന്നൊക്കെ റീസെൻ്റ്ലി നമുക്കൊരു 10% കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം December 22 ഈ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിലൊരു നല്ലൊരു RR മീൻസ് നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. നമ്മൾ മെയിൻലി RR ആണ് നമ്മൾ എല്ലായിടത്തും ഫോക്കസ് ചെയ്യുക. സോ നല്ലൊരു RR നമുക്ക് 1:2 ഇവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പ്രോപ്പർലി ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡാക്കി മാറ്റാണ്. എന്ന് വെച്ചാൽ പ്രോപ്പർ റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ ഉണ്ട്, റൂൾസ് ഉണ്ട്. സോ അതിനെല്ലാത്തിനും ഇവിടെ പ്രോപ്പർലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി ട്രേഡ് ചെയ്യണം. ഒരു ബിഗിനർ ആയിക്കോട്ടെ, അങ്ങനെ ഏത് കാറ്റഗറി ഓഫ് മെമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർലിയുള്ള ബയാസും പ്രോപ്പർലിയുള്ള കൺഫർമേഷൻസും ഇവിടെ കിട്ടും. സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യണത് അതിലേക്ക് നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ സെറ്റപ്പിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നമുക്കിനി നെക്സ്റ്റ് അനാലിസിസിലേക്ക് പോവാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഡെയിലി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി സിറ്റുവേഷൻ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. ഓക്കെ, സോ നിഫ്റ്റി കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് പ്രോപ്പറായിട്ടുള്ളൊരു OB ആണ് അല്ലേ. അപ്പോൾ ഈ OB എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതുപോലെ മേജർ ആയിട്ടുള്ളൊരു ഡിമാൻഡ് ലെവൽ കൂടിയാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്സൈഡിങ് മൊമെൻറ്റം നമ്മൾ കറൻ്റ്ലി ലാസ്റ്റ് വീക്സിൽ പറഞ്ഞതും ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈ സോണിലേക്കാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ വാലിഡായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഡിമാൻഡാണ്. സോ ഈ സപ്ലൈ എന്ന് പറയുന്നത് സ്ട്രോങ് അല്ല, വീക്കാണ്. സോ ഇതൊരു വീക്ക് സപ്ലൈ സോണാണ്. സോ ഇത് ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളെ കറൻ്റ്ലി ഡെയിലി പ്ലാൻ. ഞാൻ സ്റ്റിൽ ഇപ്പോഴും പറയുന്നത് ഇത്
ഈ ഒരു ലെവലിലേക്ക് ടാപ്പ് ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷൻ. ഇതിനെ ബ്രേക്ക് ചെയ്യണം നെക്സ്റ്റ് സ്ട്രക്ചർ കണ്ടിന്യൂഷൻ വരുമ്പോൾ. അപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്താണ്, ഇതാണ് നമ്മൾ ഡെയിലി പ്ലാൻ. സോ ഈ ഒരു ഡെയിലി പ്ലാനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ലോ ടൈം ഫ്രെയിം പ്ലാൻസ് നോക്കാം. സോ ഇനി നമുക്ക് ട്രേഡ് പ്ലാൻസിലേക്ക് വരാം. നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള ട്രേഡ് പ്ലാൻസിലേക്ക് വരാം. കറൻ്റ്ലി മാർക്കറ്റ് പുഷ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ആണ്, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ ഇനി നമുക്ക് 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് പ്രോപ്പർ ഒരു എൻട്രി പ്ലാൻ നമുക്ക് നോക്കാം. സോ ഡെയിലി ടാർഗറ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നെക്സ്റ്റ് വീക്സിലേക്ക് ആ ഒരു ബയാസിനെ വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ അപ്സൈഡ് എൻട്രീസ് ആയിരിക്കും നിങ്ങൾ ബെറ്റർ. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ അപ്സൈഡ് എൻട്രീസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഡൗൺ സൈഡ് മാക്സിമം ഒഴിവാക്കാം. ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിക്കുക. ഇമ്പൾസീവായിട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ്സൈഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്സൈഡിൽ മേജർ ആയിട്ടുള്ള ലെവൽസ്, അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഹിഡൻ ഡിമാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് മേ ബി എന്ത് ചെയ്യാം, വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പ്രോപ്പർ കൺഫർമേഷൻസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ 50 മിനിറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് കറൻ്റ്ലി ഈ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, കാരണം ഇതിന് താഴെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ആണ്. സോ മേജർ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് എടുക്കുക. എപ്പോഴും ഇൻറ്റേർണൽ സ്ട്രക്ചർ വെച്ച് നമ്മൾ ഒരിക്കലും പ്ലാൻസ് എടുക്കുന്നില്ല. മേജറാണ് മെയിൻലി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. സോ ഇവിടെ കറൻ്റ്ലി നെക്സ്റ്റ് പ്ലാൻ അടുത്ത ദിവസത്തിലേക്ക് എന്ത് നോക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കറൻ്റ്ലി ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. മേജറായിട്ടൊരു ബൈ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലെവൽ, ഈ ഒരു മേജർ ലെവൽ തന്നെയാണ് നമുക്ക് ബൈ ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ, കറൻ്റ് നമ്മൾ റീസെൻ്റ്ലി നോക്കിയ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു കറക്റ്റീവ് ആയിട്ടുള്ള മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ മാർക്കറ്റിൽ പ്രോപ്പർലി ഇൻറ്റേർണലി സ്ട്രക്ചേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു സ്ട്രോങ് ലെവലാണ്. ഓക്കെ, കാരണം അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇക്വിലിബ്രിയം സോണും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് വളരെ അധികം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ നിന്നും ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലെവലിൽ. സോ ഇവിടെ വെറുതെ വന്ന് നമ്മൾ ഡയറക്റ്റ് അപ്സൈഡ് മൊമെൻറ്റം നോക്കുകയല്ല. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ബൈയിങ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ ലെവലിനുള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഒരു കൺഫർമേഷൻ അപ്സൈഡിലേക്ക് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. സോ ഈ കറക്റ്റീവ്നെസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോപ്പർലി ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ ഇവിടെ എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ രീതിയിൽ മൂവ്മെൻറ്റം തരുന്നതിൻ്റെ ഒപ്പം ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഒരു ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണെങ്കിൽ എന്താണ്, ഇത് നമുക്ക് ഇൻറ്റേർണലി ആണ് ഇവിടെ നോക്കാൻ വേണ്ടി പറ്റുക. പക്ഷേ ഒരിക്കലും ഞാൻ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ തന്നെ നിങ്ങൾ ഷിഫ്റ്റ് കൺസിഡർ ചെയ്യണം. നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഓക്കെ, ലോ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാലോ 50 മിനിറ്റ് ഈ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 മിനിറ്റ്സ് ഒക്കെ നല്ല രീതിയിലുള്ള കൺഫർമേഷൻസ് നമുക്ക് തരും. സോ ഇവിടെ അപ്പ് സൈഡിലേക്ക് നിങ്ങൾ മൊമെൻറ്റം നോക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഇവിടെ ഒരു 2 മിനിറ്റ് കൺഫർമേഷൻ നോക്കാം. 2 മിനിറ്റ് കൺഫർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ നോക്കാം. സ്ട്രക്ചർ ഷിഫ്റ്റോടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പ് സൈഡിൽ. അപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, അതൊന്നും അറിയില്ല, നിങ്ങൾ വളരെ ബിഗിനർ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മന്ത്ലിയും ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് കൺഫർമേഷൻസ് ട്രേഡ്സിൽ നോക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ കമൻറ്റിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. സോ നെക്സ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇത് മൺഡേയിലേക്ക് ഉള്ള പ്ലാനാണ്. അത് ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സിക്യൂഷൻ നോക്കാവുന്നതാണ്. എഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ നമ്മൾ കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ലെവൽ, സോ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് നോക്കാം. സോ ഈ 2 ലെവലാണ് നമ്മുടെ പ്ലാൻസ്. മേ ബി ഇതായിരിക്കും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓൺ ടൈം ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങളൊന്ന് ടെലിഗ്രാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് കറൻ്റ്ലി നിഫ്റ്റിയിലെ പ്ലാൻ. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി പ്രോപ്പർലി എന്ത് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആദ്യം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ സിറ്റുവേഷനിലേക്ക് വരാം. ഡെയിലി ടൈം ഫ്രെയിം കറൻ്റ്ലി നല്ലൊരു മൊമെൻറ്റം അപ്പ് സൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്. എഗെയിൻ ഈ ഒരു ഡിമാൻഡ് ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി റിയാക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഈ പറയുന്ന സപ്ലൈ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാൻ പറ്റുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ബയസാണ്.
സോ ഈ ഒരു കൺഫർമേഷനിലേക്ക് വേണം നമ്മളെപ്പോഴും നല്ല എക്സിക്യൂഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ 50 മിനിറ്റിൽ ഇനി എന്താ നോക്കണ്ടത്, 50 മിനിറ്റ് കൺഫർമേഷൻ നോക്കാം, കറണ്ട് സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ 50 മിനിറ്റിൽ പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നു. സോ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സ്ട്രോങ് ലെവലാണ് അല്ലേ, ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഉള്ള കൺഫർമേഷനായി, ബയാസിനുള്ള കൺഫർമേഷനായി. സോ വെയിറ്റ് ചെയ്യുക, നല്ലൊരു അക്യുമുലേഷൻ ആയിരുന്നു, ഫൈൻ. സോ ഇവിടെ പ്രോപ്പർലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫൈൻ. എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി എന്താണ് ചെയ്തിട്ടുള്ളത്, ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കൺഫർമേഷൻ. കാരണം ഒരു റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗെയിൻ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സോ നോക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നിഫ്റ്റി ഓൾറെഡി ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുള്ള OB ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യണം. സോ നമ്മൾ പ്രോപ്പർ ഡിമാൻഡായിട്ട് നോക്കുന്നത് ഇതാണ്, ഈ ഒരു OB. സോ ആ ഒരു OBയിൽ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തിട്ടില്ല, ടാപ്പ് ചെയ്തിട്ടില്ല. സോ മേ ബി അതിനുള്ളൊരു ചാൻസ് ഉണ്ട്, ഇത് ഈ ഒരു ലിക്വിഡിറ്റി വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്യാം, ടേക്ക് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. സോ അത് നിങ്ങളുടെ മൈൻഡിലിരിക്കട്ടെ. നമുക്ക് 50 മിനിറ്റ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗൺ സൈഡ് എൻട്രീസ് ആ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തിട്ട് മാക്സിമം ഒഴിവാക്കുക. നമുക്ക് ബയാസ് അപ്പ് സൈഡിലേക്കായിട്ട് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ഒരു റിവേഴ്സൽ സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നല്ലൊരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലെവൽ മേ ബി ഈ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വെക്കുക. സോ നിങ്ങൾക്ക് അപ്സൈഡ് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്സൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ നോക്കാം. സോ ഇവിടുത്തെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം, ഫൈൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷന് ശേഷം പ്രോപ്പർലി എഗെയിൻ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് പ്രീവിയസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മെയിൻലി നോക്കാവുന്ന ലിക്വിഡിറ്റി മാർക്കറ്റിലില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. സോ അഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മേ ബി ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാം. സോ ഇവിടെ ഒരു സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ആണെങ്കിൽ നമുക്ക് മെയിൻലി സ്ട്രെങ്ത് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഒരു ബൈയിങ് സ്ട്രെങ്ത് കാണുക. സോ നമുക്ക് ആ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ടൈം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നും കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം അപ്സൈഡിലേക്ക് നോക്കുക. അത് ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് ഇതാണ്, മേ ബി ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് താഴെ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടിട്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അപ്സൈഡ് കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കാം. സോ ഇവിടെ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവാം. സോ ഡെയിലി പ്ലാനിൻ്റെ ഡെയിലി ഉള്ള ബയാസിലേക്ക് നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിലേക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ടാർഗറ്റ് ലെവൽ, സോ ഇതെന്തായാലും ഇരിക്കട്ടെ, ഈ ഒരു ടാർഗറ്റ് ലെവൽ. സോ ലെവൽസ് നിങ്ങൾ എപ്പോഴും പ്ലോട്ട് ചെയ്ത് നോക്കുക. സോ ബാങ്ക് നിഫ്റ്റി കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു സെല്ലിലും ഹോൾഡ് ചെയ്ത് നിൽക്കണം. അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസിഷൻ പറയാനാണെങ്കിലോ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്സൈഡും പെട്ടെന്ന് ടാർഗറ്റ് ഈ പറയുന്ന ലെവലിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ട്രേഡ് ആയിരിക്കും കേട്ടോ. അപ്സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, ബാങ്ക് നിഫ്റ്റി വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരും. കാരണം അപ്സൈഡ് നല്ല ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നു. സോ നോക്കുക, എന്നിട്ട് ഓൺ ടൈം ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലെവൽസ് എല്ലാം പ്ലോട്ട് ചെയ്ത് നോക്കുക, ഇവിടെ പ്രോപ്പർലി കൺഫർമേഷൻസ് നോക്കി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡൗട്ട്സ് ഉള്ളവരുണ്ടാവും, കൺഫ്യൂഷൻസ് ഉള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ വെബിനാർസിൽ ജോയിൻ ചെയ്യുക. പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു വീക്കിലി അനാലിസിസ് ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈൻ ഓഫ്.